സ്കോട്ട്ലൻഡിൻ്റെ നോർത്തേൺ ടിപ്പായ പീറ്റർഹെഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാൻ ഇവിടുത്തെ ഒരു ക്ലിഫിൻ്റെ വ്യൂ കാണിച്ചു തരാം. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഐൽ ഓഫ് മള്ള് പോയത് ഓർമ്മയില്ലേ? സ്കോട്ട്ലൻഡിൻ്റെ സൗത്ത് വെസ്റ്റ് കോസ്റ്റിലെ ആ മനോഹരമായ ഐലൻഡ്സും ഫെറി യാത്രയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സൈഡിലാണ്. സ്കോട്ട്ലൻഡിൻ്റെ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള അബർദീൻഷെയറിലെ ബുള്ളേഴ്സ് ഓഫ് ബുക്കൻ എന്നുള്ളൊരു കോസ്റ്റൽ സൈഡിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ ഈ നടക്കുന്ന സ്ഥലം, അതായത് ബുള്ളേഴ്സ് ഓഫ് ബുക്കൻ എന്ന് പറയുന്നത് ഒരു കൊളാപ്സ്ഡ് സീ കേവ് ആണ്. ബുള്ളർ എന്ന വാക്ക് വരുന്നത് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ആ ഫ്രഞ്ച് വേർഡിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബോയിലിംഗ് വാട്ടർ എന്നാണ്. ഈ നോർത്ത് സീയുടെ സ്ട്രോങ് ആയിട്ടുള്ള വേവ്സ് ഈ ക്ലിഫിലേക്ക് അടിച്ചു കയറുമ്പോൾ ഒരു വെള്ളം തിളയ്ക്കുന്ന പോലെ, ഒരു ബോയിലിംഗ് വാട്ടർ പോലത്തെ ഒരു വിഷ്വലാണ് കിട്ടുന്നത്. അങ്ങനെയാണ് ബുള്ളർ എന്നൊരു പേര് ഇവിടെ വരുന്നത്. അബർദീൻഷെയറിലെ ഈ പീറ്റർഹെഡ്, ഫ്രൈസർ ബ്ര, ഈ ഒരു ഏരിയയെ പറഞ്ഞിരുന്നത് പണ്ട് ബുക്കൻ എന്നായിരുന്നു. അങ്ങനെയാണ് ബുള്ളേഴ്സ് ഓഫ് ബുക്കൻ ഒരു പേര് ഈ ഒരു പ്ലേസിന് കിട്ടുന്നത്. ഞാനിപ്പോൾ ഈ നടക്കുന്നത് നോർത്ത് സീ ട്രെയിൽ എന്നൊരു ട്രെയിൽ റൂട്ടിൻ്റെയും കൂടെ ഭാഗമാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളെ കണക്ട് ചെയ്യുന്ന ഒരു ജയന്റ് കോസ്റ്റൽ ട്രെയിലാണ് ഈ നോർത്ത് സീ ട്രെയിൽ എന്ന് പറയുന്നത്. ഈ നാരോ ആയിട്ടുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡ് റൂട്ടിലൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കുമ്പോൾ നല്ല ത്രില്ലാണ്. പക്ഷെ വളരെ സൂക്ഷിക്കണം. കാര്യം ഒരു സ്റ്റെപ്പ് പിഴച്ചു പോയാൽ നമ്മൾ ഏകദേശം 200-250 അടി താഴ്ചയിലുള്ള നോർത്ത് സീയിലേക്കാണ് വീഴുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഒരുപാട് ആക്സിഡൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കിയ സമയത്ത് ഏകദേശം 3-4 പേർ ഇവിടെ വീണ് മരിച്ചിട്ടൊക്കെ ഉണ്ട്. റിമോട്ട് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇവിടെ ആകെ കുറച്ച് വീടുകളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലും ഒരുപക്ഷെ 2-3-4 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ അറിയത്തുപോലും ഉള്ളൂ. സൗത്ത് വെസ്റ്റ് സ്കോട്ട്ലാൻഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റ് സൈഡ് അത്യാവശ്യം റഫ് ആൻഡ് റഗ്ഡ് ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ വാക്ക് ഇവിടെ തീരാണ്. ഈ വിഷ്വൽസും ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.